അച്ഛൻ പറഞ്ഞത് കേട്ടില്ലടി, നിന്നേക്കാൾ യോഗ്യത എനിക്കാണെന്ന്. എടി, ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാ മക്കൾ ഉണ്ടാവുന്നത്. ഇതുപോലൊരു അച്ഛനെ എനിക്ക് കിട്ടിയതും അതേ ബന്ധം കൊണ്ടാ. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരിക്കലും. മനസ്സിലാവില്ല പോലും. മനസ്സിലാക്കി തരാൻ ഞാൻ. മോനെ, നീ ഈ കാണിക്കുന്നതൊന്നും നീതിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. ആ ഡൈനിങ് ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് പിന്നെ ഞാൻ എന്തിനിരിക്കണം? മോനെ, ജീവിതം ഒരു വലിയ കളിക്കളമാണ്. അവിടുത്തെ വലിയ വലിയ കളികളൊക്കെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരന്മാർ പോലും തൽക്കാല വിജയത്തിന് വേണ്ടി കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാതി ഇത് മനഃപൂർവ്വം പറഞ്ഞ കളവൊന്നുമല്ല, പക്ഷെ സംഭവിച്ചു പോയി. അവള് ചെയ്തത് തെറ്റാണെന്നുള്ളത് ഉറപ്പിച്ച് പറയുമ്പോൾ തന്നെ അത് ക്ഷമിക്കാൻ നിനക്ക് കഴിയില്ലേ? എങ്കിലല്ലേ നീ വിജയിക്കൂ. ക്ഷമിച്ചുകൊണ്ട് നിനക്ക് ജയിക്കാൻ കഴിയില്ലേ മോനെ? അങ്ങനെ എല്ലാം ക്ഷമിക്കാൻ മാത്രം വിശാല ഹൃദയനൊന്നും അല്ല ഞാൻ. അങ്ങനെ ക്ഷമിച്ചിട്ടുള്ള ഒരു ജയവും എനിക്ക് വേണ്ട. ജീവിതാനുഭവങ്ങളുടെ കുറവുണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിനക്കറിയോ, നിന്റെ അമ്മയും ഞാനും തമ്മിൽ ഇതുപോലെ നിരവധി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എത്ര വഴക്കിട്ടാലും പിണങ്ങിയാലും അതൊന്നും 2 ദിവസങ്ങൾക്കപ്പുറത്തേക്ക് പോയിട്ടില്ല. ആരെങ്കിലും ഒരാൾ തോൽവി സമ്മതിച്ച് സോറി പറയും. അതോടെ പിണക്കവും പരിഭവവും ഒക്കെ പറന്നങ്ങ് പോവും. സ്വാതിയോട് നിനക്ക് ക്ഷമിച്ചൂടെ? ഈ വീടിന് നമുക്കും വേണ്ടി അവൾ കഷ്ടപ്പെട്ടത് നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് അവൾ എന്നോട് കാണിച്ച ചതി ഞാൻ ക്ഷമിക്കണം? ഇല്ലച്ച, അച്ഛന്റെ മനസ്സ് മാറിയാലും ഇക്കാര്യത്തിൽ എന്റെ മനസ്സ് മാറില്ല. അവളോട് ഈ ജന്മം എനിക്ക് ക്ഷമിക്കാനും പറ്റില്ല. പണ്ട് അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിച്ചതും ക്ഷമിച്ചതും ഒക്കെ അതൊക്കെ വളരെ വലിയ കാര്യം തന്നെയാ. പക്ഷെ എനിക്കതിന് പറ്റില്ല. അതൊരു പക്ഷെ എന്റെ തെറ്റായിരിക്കാം, ജീവിതാനുഭവത്തിന്റെ കുറവായിരിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇയാളെ കൊണ്ട് തോറ്റു. ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്യില്ലെന്ന് വെച്ചാ ഇയാളെയൊക്കെ എങ്ങനെ ഒരു കമ്പനി ഏൽപ്പിക്കാൻ പറ്റും? രാജീവ്, രാജീവ്, രാജീവ്. എന്താ വേദേ, നീ എന്തിനാ രാജീവേട്ടനെ വിളിച്ചേ? രാജീവ് ഇവിടെ ഇല്ലേ? ഇല്ല, ആരോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുക. വിളിക്കണോ? വേണ്ട. അല്ല വേദേ, എന്താ ഇപ്പൊ പ്രശ്നം? ഗൗരി, ഈ കമ്പനി എങ്ങനെയെങ്കിലും നശിച്ചു പോട്ടെ എന്ന് കരുതി തന്നെയാ ഞാൻ അതിനകത്ത് കയറി കൂടിയതും സ്വാതിയെ ഇറക്കി വിട്ടതും. പക്ഷേ ഇപ്പൊ അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. എല്ലാം ഭംഗിയായിട്ട് നടത്തിയേ തീരൂ. രാജീവിനോട് ചില കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ദേ, ഇപ്പൊ തന്നെ എനിക്ക് തരാൻ ഞാൻ രാവിലെ പറഞ്ഞ ഫയലല്ല ഇപ്പൊ എന്റെ മുമ്പിൽ എത്തിച്ചത്. കാര്യങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ കാണാൻ ഗൗരി രാജീവിനോട് പറയണം. അതൊക്കെ ഞാൻ പറയാം. ഇതിപ്പോ രാജീവേട്ടന് എന്തെങ്കിലും മറവി പറ്റിയതായിരിക്കും. ഗൗരി, എന്തെങ്കിലും മറവി പറ്റാൻ വേണ്ടിയിട്ടല്ല രാജീവിനെ ഞാൻ ആ പോസ്റ്റിൽ ഇരുത്തിയത്. ആ കമ്പനി സ്വതന്ത്രമായി രാജീവിനെ ഏൽപ്പിക്കാനായിട്ടാണ്. അത് കൊണ്ടു നടക്കാനുള്ള കഴിവും പ്രാപ്തിയുമാണ് ആദ്യം നേടിയെടുക്കേണ്ടത്. രാജീവിന്റെ കുറ്റം പറയുമ്പോ ഗൗരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനെയാ. ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. വേദമോളെ, ഗൗരിമോളെ, പോയി, എല്ലാം പോയി, ആകെ കുഴപ്പമായി. അമ്മ എന്തായി പറയുന്നേ? എന്ത് കുഴപ്പമായിന്ന്? ഓ എടി, നിന്റെ വെല്ലിച്ചനില്ലേ, അങ്ങേരെല്ലാം കുഴപ്പത്തിലാക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. അമ്മായി കാര്യം പറയേ, ഇപ്പൊ എന്താ ഉണ്ടായത്? ഓ, എന്താ ഉണ്ടായെന്നോ? ഇനി എന്താ ഉണ്ടാവാനാ? അവിടെ ഒത്തുതീർപ്പ് ചർച്ച നടക്കുക. ഒത്തുതീർപ്പ് ചർച്ചയോ? ആര് തമ്മില്? ഓ,
അതാ പറഞ്ഞത്. ഇവിടെ കോന്തം വെല്ലിച്ചില്ലേ, അങ്ങേരും ആ നീലും തമ്മിൽ വലിയ ചർച്ച നടത്തി എല്ലാം ഒത്തുതീർപ്പാക്കാൻ പോവുക. സ്വാതിയോടെ ഇനിയെങ്കിലും ചെയ്ത തെറ്റ് ക്ഷമിക്കണമെന്നാ ആ കിളവൻ പോയി നീലിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നീലത് സമ്മതിച്ചോ? അതൊന്നും ഞാൻ കേട്ടില്ല. പക്ഷേ മഹേഷ് ഏട്ടൻ അവനെ കൊണ്ടത് സമ്മതിപ്പിക്കുവോ എന്നാ എനിക്ക് സംശയം. എടി മോളെ, എടി ഇനിയെല്ലാം കൈവിട്ട് പോകുമല്ലോടി. അമ്മായി പേടിക്കണ്ട, ഒന്നും കൈവിട്ട് പോകില്ല. അതിനീ വേദ സമ്മതിക്കില്ല. സമ്മതിക്കാതിരുന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലേ നീലിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് കടന്നു ചെല്ലാൻ പറ്റിയെന്ന് വരില്ല. ആ അതെ മോളെ, സ്വാതി നീലും തമ്മിലേ ഒരിക്കലും അടുക്കാൻ സമ്മതിക്കരുത്. അവളുടെ സ്ഥാനത്തെ ഇനി നീ വേണം നിൽക്കാൻ. അമ്മേ, വെല്ലിച്ചൻ എത്ര പറഞ്ഞാലും നീൽ അതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. നീലിന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഒരു കാര്യം തീരുമാനിച്ച അതിലൊരു ഇഞ്ച് പോലും പിന്നോട്ട് പോവില്ല. വിശ്വാസവഞ്ചനയും കള്ളത്തരവും ഒന്നും ഒരിക്കലും ക്ഷമിക്കുകയില്ല. പിന്നെ എങ്ങനെയാ നീലിന് സ്വാതിയോട് ക്ഷമിക്കാൻ പറ്റുന്നത്? സ്വാതിയുടെ സ്ഥാനവേ ഇനി വേദയ്ക്ക് തന്നെയാ. ആണോ? വല്ലിച്ച, സ്വാതി എടുത്ത് ഇനി ശിക്ഷിക്കരുത്. ഇപ്പൊ തന്നെ അത് പാതി ചത്തു കഴിഞ്ഞു. അവന്റെ വാശിക്ക് മുമ്പില് ഞാൻ എന്ത് ചെയ്യാനാ? ഇത് അവന്റെ കുടുംബം, തീരുമാനിക്കേണ്ടത് അവനും. എല്ലാ തീരുമാനങ്ങൾക്കും മുകളിൽ ഈശ്വരന്റെ ഒരു തീരുമാനം ഉണ്ടാവും. അതാരും മറക്കരുത്. എടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആ ശാപത്തിൽ നിന്ന് ഈ വീടിനെയും ഇവിടെ ഉള്ളവരെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള അവന്റെ ആഗ്രഹം തകർത്തവളാണ് സ്വാതി എന്നുള്ള വിശ്വാസം അവന്റെ മനസ്സിൽ ഉറച്ചുപോയി. അത് മാറണമെങ്കിൽ ഡോക്ടർ ശ്രീദേവിയുടെ പരിശോധനാ ഫലം വരണം. അതിൽ സ്വാതിക്ക് അമ്മയാവാൻ കഴിയുമെന്ന് തെളിയണം. ആ ഉറപ്പ് കിട്ടിയ അവന് സ്വാതിയോടുള്ള വെറുപ്പ് മാറും. അങ്ങനെ ഒരു പോസിറ്റീവ് റിസൾട്ട് അല്ല വരുന്നെങ്കിലോ? നാളത്തെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ സ്വാതി എടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വല്ലിച്ചൻ കൂട്ടി നിൽക്കൂ. വല്ലിച്ചന് മാത്രം ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അത് വല്ലിച്ചൻ ഈ വീടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. ഏത് ഗംഗയെ പോയി കുളിച്ചാലും എത്ര ക്ഷേത്ര ദർശനം നടത്തിയാലും ആ പാപം വല്ലിച്ചനെ വിട്ടു പോവില്ല, മരണം വരെ. ഏട്ടത്തി ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? നന്ദിനെ, എന്താ ഏട്ടത്തി? ഇനി നീ എനിക്ക് വേണ്ടി ആരോടും സംസാരിക്കണ്ട. അത് ഈ വീട്ടിലെ നിന്റെ ജീവിതം കൂടി ഇല്ലാതാവും. അഗ്നിശുദ്ധി തെളിയിച്ചിട്ടും സീതാദേവിക്ക് രാമന്റെ ഭാര്യയായി പിന്നീട് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഭൂമി പിളർന്ന് സീത താഴേക്ക് പോയെന്നൊക്കെ കഥയിൽ പറയും. പക്ഷെ പലായനത്തിന്റെയും അതിജീവനത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെയും വഴികളിൽ ആ പാവം ഒറ്റപ്പെട്ടു പോവുക ചെയ്തത്. ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കളങ്കവും അത് തന്നെയായിരുന്നില്ല ഏട്ടത്തി. സീതാദേവിയെ ഉപേക്ഷിച്ച ശ്രീരാമൻ പിന്നീട് മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടോ?
ഏട്ടത്തെ ദ്രോഹിക്കുന്നതിന്റെ ശിക്ഷയെല്ലാം കൂടി ഏട്ടൻ എങ്ങനെ അനുഭവിച്ചു തീർക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് സീതാദേവിക്ക് വേണ്ടി യാചിച്ച ഊർമിളയുടെ റോളിലാ ഇപ്പൊ ഞാൻ. അവസാന നിമിഷം വരെ ഏട്ടത്തിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും, കരയും, യാചിക്കും, വേണ്ടി വന്ന കാല് പിടിക്കും. നിന്റെ യാചനകൾ ഫലം കാണുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കൂടുതൽ യാചിക്കും തോറും ഏട്ടന്റെ മുന്നിൽ ഞാൻ വല്ലാതെ ചെറുതായി പോകുന്ന പോലെ. ഞാനും ഒരു മനുഷ്യജീവിയല്ലേ. ഒരു കളവ് പറഞ്ഞു പോയി. അതിനെന്ത് ശിക്ഷ തന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ക്ഷമിക്കേണ്ട ആളുടെ മനസ്സിൽ വെറുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഈ യാചനകൾ ഇനി നീ അവസാനിപ്പിക്കുന്നതാ നല്ലത്. പിന്നെ ഏട്ടത്തെ എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനി വലിയ താമസമില്ല നന്ദിനി. എന്തായാലും ഞാൻ കാരണം നിന്റെ കുടുംബജീവിതം കൂടി തകരാൻ പാടില്ല. ഗിരി നിന്നോട് ക്ഷമിച്ചല്ലോ, അത്രേ ആശ്വാസം. കൊള്ളാം, അത് ഞാൻ ഇടിച്ചു കയറിയതല്ലേ. ആദ്യം കുറച്ച് ചവിട്ടും തൊഴിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ അങ്ങ് സഹിച്ചു. ഒടുവിൽ രക്ഷയില്ലാതെയാ ആ മുറിയിലിപ്പ എന്നെ കിടത്തിയിരിക്കുന്നത്. ഗിരി പാവോ, ഒട്ടും കട്ടിയില്ലാത്ത മനസ്സ് അവന്റേത്. എപ്പോഴും അവനൊന്ന് ചാരി നിൽക്കാൻ ഒരാള് വേണം. അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് ഇണങ്ങാനും ക്ഷമിക്കാനും കഴിയും. പക്ഷെ ഏട്ടൻ അങ്ങനെയല്ല. ഒരു തീരുമാനം എടുത്താ അതിൽ നിന്ന് ഏട്ടനെ മാറ്റാൻ പ്രയാസമോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വേണ്ടി നീ ഇനി ആരോടും യാചിക്കരുതെന്ന്. നീ പൊയ്ക്കോ, എനിക്കിവിടെ കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കണം. ഏട്ടത്തി, നീ പേടിക്കണ്ട. നിന്റെ മനസ്സിലെ ഭയം എനിക്കറിയാം. ഞാൻ ആത്മഹത്യയൊന്നും ചെയ്യില്ല. അത് വേറൊന്നും കൊണ്ടല്ല. ഈ വീടും ഏട്ടനും ഈ ജീവിതവും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാ. നീ പൊയ്ക്കോ. ഒന്നുമില്ലാതെ ഈ വീട്ടിൽ വന്നവളാ ഞാൻ. എനിക്കുള്ളതെല്ലാം ഇവിടെ നിന്ന് കിട്ടിയതാ. ഇനി ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വന്നാലും അതും സന്തോഷത്തോടു കൂടി തന്നെ വേണം. ആരോടും ഒരു പരാതിയില്ല. ഇത് എന്റെ വിധിയാ. നീലിന്റെ കലി ഒരിക്കലും അടങ്ങില്ല സ്വാതി. ഈ വീട്ടിൽ ഇനി നിനക്ക് സമാധാനത്തോടെ ജീവിക്കാനും കഴിയില്ല. നിന്റെ മുമ്പിൽ ഇനി ഒരു വഴിയേ ഉള്ളൂ. എത്രയും വേഗം ഈ വീട് വിട്ട് പോവുക. ഡോക്ടർ ശ്രീദേവിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അതെന്തായിരിക്കും എന്നെനിക്കും നിനക്കും നീലിനും അറിയാം. അത് നിനക്ക് അമ്മയാകാൻ കഴിയില്ല എന്ന് തന്നെയായിരിക്കും, അല്ലേ സ്വാതി? ബ്ലാക്ക്മെയിലിംഗ് നിനക്ക് നല്ല വശമാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഡോക്ടർ ശ്രീദേവിയുടെ റിപ്പോർട്ട് എന്ത് തന്നെ ആയാലും അതുകൊണ്ട് നിനക്കൊരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ നിനക്കൊരു ഓഫർ തരാൻ സ്വാതി. നീലിനെ എനിക്ക് വിട്ടുതരാൻ ഞാൻ നിനക്ക് എന്ത് തരണം? നിന്റെ ജീവൻ. എന്താ അത് തരാൻ കഴിയൂ നിനക്ക്? നീ എന്താടി വിചാരിച്ചത്? ആടിനെ കൊടുത്ത് പശുവിനെ വാങ്ങാന്നോ? അതുപോലെ
എന്റെ ഏട്ടനെ നിനക്ക് കൈമാറ്റം ചെയ്യുമെന്നോ? എടി, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. ഒരുപക്ഷെ ഏട്ടൻ എന്നെ ഉപേക്ഷിക്കുമായിരിക്കും, പക്ഷേ ഒരിക്കലും നിന്നെ സ്വീകരിക്കില്ല. ഈ സ്വാതി അല്ലാതെ ഏട്ടന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവുകയില്ല. ഞാനും പണ്ട് ഇങ്ങനെ കരുതിയിരുന്നു. എന്നിട്ടും നീലിന് ഒട്ടും ചേരാത്ത നീ അവന്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ? നീലിന്റെ ജീവിതത്തിലേക്കുള്ള എന്റെ മടങ്ങിവരവ് തടയാൻ നിനക്കാവില്ല സ്വാതി. ഒരിക്കലും അമ്മയാകാൻ കഴിയാത്ത അവളുടെ അഹങ്കാരം കണ്ടില്ലേ? സ്വന്തം ഭർത്താവ് ഇത്രയും അവഗണിച്ചിട്ടും അവളുടെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. അന്ന് അപകടം പറ്റിയപ്പോ അവൾക്ക് അമ്മയാകാൻ കഴിയില്ലെന്ന് ഡോക്ടർ ആന്റി ഉറപ്പിച്ചു പറഞ്ഞതാ. അവരുടെ വാക്കുകൾക്ക് ഒരു തെറ്റും സംഭവിക്കില്ല. ഡോക്ടർ ശ്രീദേവിയല്ല, ഇനി അതിനേക്കാൾ വലിയ സ്പെഷ്യലിസ്റ്റ് വന്നാലും സ്വാതിയുടെ വിധി മാറില്ല. സ്വാതിക്ക് അമ്മയാകാൻ കഴിയില്ലെന്ന് ഡോക്ടർ ശ്രീദേവി കൂടി റിപ്പോർട്ട് നൽകിയാൽ നീല് സ്വാതിയെ ഉപേക്ഷിക്കും. അച്ഛനും പിന്നെ അതിനെ എതിർക്കില്ല. സ്വാതി ഈ വീടിന്റെ പടിയിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കെന്റെ പഴയ നീലിനെ തിരിച്ചു കിട്ടും. ഞാൻ സ്വപ്നം കണ്ട ജീവിതം എനിക്ക് തിരിച്ചു കിട്ടും. ഭഗവാനെ, ശ്രീദേവി ഡോക്ടറുടെ ടെസ്റ്റ് റിസൾട്ട് എന്തായിരിക്കുമെന്ന് എനിക്കൊരു ഊഹവുമില്ല. മുൻപ് അപകടം സംഭവിച്ചപ്പോ സർജറി നടത്തിയ ഡോക്ടർ പറഞ്ഞത് തന്നെ ആയിരിക്കുമെന്ന എന്റെ ഭയം. പ്രാർത്ഥനകൾക്ക് ബലമുണ്ടെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഈശ്വരന് മാറ്റാൻ പറ്റാത്തതായി ഒന്നുമില്ല. എന്നിട്ടും എന്റെ കണ്ണീര് നീ കാണാത്തത് എന്താണ്? ശ്രീദേവി ഡോക്ടറുടെ റിസൾട്ട് മറിച്ചായാൽ അതോടെ എന്റെ ജീവിതം അവസാനിക്കും. നിന്നിൽ അചഞ്ചലമായ ഭക്തിയുള്ള എന്നോട് നീ കരുണ കാണിക്കില്ലേ? ഭഗവാനെ, ശത്രുക്കൾ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ തക്കം പാർത്തിരിക്കോ? ശത്രു സംഹാരമൂർത്തിയായ നീ അവരുടെ നടുവിൽ നിന്ന് എന്നെ രക്ഷിക്കില്ലേ? ഭഗവാനെ, നീ അല്ലാതെ എനിക്ക് വേറൊരു ആശ്രയവും ഇല്ല. എന്നെ രക്ഷിക്കാൻ നിനക്കേ കഴിയൂ. സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞു തീർത്തോ? സങ്കടങ്ങളല്ലാതെ എനിക്ക് മറ്റെന്താണ് സ്വാമിജി പറയാനുള്ളത്? എന്റെ ജന്മം തന്നെ ഒരു സങ്കടമായിരുന്നു. ആരുടെയൊക്കെയോ കരുണയിൽ വളർന്നു. എല്ലാവരെയും സ്നേഹിക്കാനും നന്മ ചെയ്യാനും വേണ്ടി മാത്രമേ എന്റെ മുത്തശ്ശി എന്നെ പഠിപ്പിച്ചിരുന്നുള്ളൂ. ആർക്കും ദ്രോഹം വരാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സ്വാമിജി. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഗുരുവിന്റെ ഈ തത്വം ലോകപ്രസിദ്ധമാണ്. ഒരുവന് നന്മ ചെയ്യാനുള്ള വഴി ഇതിനേക്കാൾ മനോഹരമായി ആർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും? കുട്ടിയുടെ മനസ്സിലെ നന്മയും ശുദ്ധിയും ഭഗവാൻ കാണാതിരിക്കില്ല. ശ്രീദേവി ഡോക്ടറുടെ പരിശോധനാ ഫലം ഇന്ന് കിട്ടും അല്ലേ? അത് സ്വാമിജി എങ്ങനെ അറിഞ്ഞു? അതല്ലേ ഭഗവാന്റെ മായ. അവർ ഇന്ന് അമ്പലത്തിൽ വന്നിരുന്നു. അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ മഹേശ്വരൻ എന്നോട് പറഞ്ഞു. ഞാനത് ഡോക്ടറോട് ചോദിച്ചു. അപ്പോഴാ ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മോളെ, നിങ്ങൾ തമ്മിൽ ഇത്രയ്ക്ക് അകൽച്ചയുണ്ടെന്നുള്ള കാര്യം ഞാൻ കരുതിയില്ല. ഇതൊരു വല്ലാത്ത സംഭവമായി പോയല്ലോ മോളെ. ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിൽ നിർണായകമാണ് സ്വാമിജി. ശ്രീദേവി ഡോക്ടറുടെ പരിശോധനാ ഫലമായിരിക്കും ഇവിടെ അങ്ങോട്ട് എന്റെ വിധി നിർണയിക്കുക. അല്ല, സ്വാമിജിയോട് റിസൾട്ടിനെ കുറിച്ച് ഡോക്ടർ വല്ലതും പറഞ്ഞോ?
ഇല്ല, അവർക്ക് നല്ല ടെൻഷനുണ്ട്. നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ മധ്യത്തിൽ നിൽക്കേണ്ടി വന്നില്ലേ? മഹേശ്വരന്റെ അടുത്ത ബന്ധുവല്ലേ ശ്രീദേവി ഡോക്ടർ? അവർക്ക് ആരുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയും? ലോകത്ത് ഇതുവരെ ഒരു മധ്യസ്ഥനും ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാതെ പറ്റില്ലല്ലോ മോളെ. ശരിയാണ്. സത്യത്തിന്റെ പക്ഷം എപ്പോഴും ഒന്നല്ലേ ഉള്ളൂ. അത് എന്റെ ഭാഗത്തായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. എങ്കിലും ഭഗവാൻ രക്ഷിക്കുമെന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. മോള് നീലിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അയാളെ കലി ബാധിച്ചിരിക്കുകയാണ്. ഏറ്റവും മോശ സമയം.